വെളിപ്പാട് പുസ്തകം 21 അധ്യായം 6 വാക്യം. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയുടെ അവസാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗത്രോസ് അപ്പോസ്തലൻ 2-ാം ലേഖനത്തിൻ്റെ ഒടുവിലെ അധ്യായത്തിൽ ഭൂമിയും അതിലെ പണികളും വെന്തുപോകുമെന്നും മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുമെന്നും പ്രവചിച്ചിരിക്കുന്നു. എന്നാൽ യോഹന്നാൻ വെളിപ്പാടിൽ കാണുന്നത് ഭൂമിയും ആകാശവും ഓടിപ്പോകുന്നതാണ്. ഈ ഭൂമി മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ നിത്യപദ്ധതിയിലുള്ളതല്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു. മാത്രമല്ല, വെളിപ്പാട് 21 പുതിയ ആകാശവും പുതിയ ഭൂമിയും യോഹന്നാൻ കാണുന്നു. ഇതേ കാര്യം യെശയ്യാ പ്രവാചകനും എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സഭയെ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ യോഹന്നാൻ പുതിയ യെരുശലേം എന്ന നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കാണുന്നു. യേശുക്രിസ്തുവിൻ്റെ സഭ ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയിൽ അലങ്കരിക്കാനിരിക്കുന്ന പദവിയെ ഇത് കാണിക്കുന്നു. സഭ ഏറ്റവും പരമമായ പദവിയിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് മനുഷ്യരുമായുള്ള ദൈവിക പദ്ധതിയുടെ പൂർണ്ണത കൈവരുന്നത്. ആകയാൽ ഇന്ന് ഭൂമിയിൽ അനുഭവിക്കേണ്ടി വരുന്ന നിന്ദയും പീഡയും ഓർത്ത് ഭാരപ്പെടരുത്. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഉറപ്പായും നാം കണക്കാക്കും. അൽഫയും ഒമേഗയും ആയ യേശു കർത്താവ് നമ്മെ ജീവജലം കൊണ്ട് പോഷിപ്പിച്ചു. പരിശുദ്ധാത്മാവെന്ന നദിയിൽ നിന്ന് പാനം ചെയ്ത നാം ആത്മദാഹമകറ്റി നീരുറവയായ ദൈവത്തിൽ നിന്ന് കുടിച്ചതിനാൽ നമ്മിൽ അത് ജീവൻ്റെ നദിയായി പൊങ്ങി വന്നു. ദാഹിക്കുന്ന ഏവരും വന്ന് സൗജന്യമായി കുടിക്കട്ടെ എന്ന് യേശു അന്നെന്ന പോലെ ഇന്നും ആഹ്വാനം ചെയ്യുന്നു. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല എന്ന് യേശു തിരുവായി മൊഴിഞ്ഞതിൻ്റെ പൊരുൾ അംഗീകരിച്ചവർ നിത്യജീവനിൽ വസിക്കും. മരണം പിന്നെ അവരെ തൊടുകയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.